അസ്സലാമു അലൈക്കും. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവരും നിരവധി വിവാഹ അന്വേഷണങ്ങൾ വന്നിട്ടും അത് നടക്കാതെ പോകുന്നവരുമായ ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. മകൻ്റെ കല്യാണം നടന്നിട്ടില്ല, അല്ല മകൻ്റെ ഒരുപാട് എനിക്ക് കമൻസിൽ വരുന്നതും അത് തന്നെയാണ്. നടന്നിട്ടില്ല, നടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പലരും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുന്നത്. അപ്പോൾ അത്തരമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് 3 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്ത ഈ ഒരു ദുആ ചൊല്ലിയതിന് ശേഷം ഹയറായ ഒരു വിവാഹം നടത്തി തരണേ എന്ന് ദുആ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും രാത്രി എണീറ്റിട്ടില്ലേ. അപ്പോൾ 11 തവണ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം താഴെ കൊടുത്ത ഈ ഒരു ദുആ 41 തവണ ദുആ ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഹൈറായ നല്ലൊരു ബന്ധം മകൻക്കോ മകൾക്കോ വന്നു ചേരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ദിവസം സൂറത്ത് മറിയമും അടുത്ത ദിവസം സൂറത്ത് ത്വാഹയും ഓതി നല്ല വിവാഹത്തിനായി ദുആ ചെയ്യുക. ഓരോന്നും 21 ദിവസം വീതം ഓതണം. അപ്പോൾ സൂറത്ത് മറിയമാണ് ഓതുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് 21 ദിവസം. മറ്റേതോ അതുപോലെ സൂറത്ത് ത്വാഹ അതും 21 ദിവസം, മൊത്തം 42 ദിവസം ഓതണം. ഓരോ ദിവസവും ഓതിക്കഴിഞ്ഞ് അള്ളാഹുവേ ഈ സൂറത്തിൻ്റെ ഹക്ക് കൊണ്ട് നല്ല വിവാഹം നടത്തി തരണേ എന്ന് നിങ്ങൾ മറക്കാതെ ദുആ ചെയ്യണം. പിന്നെയോ മഗ്‌രിബിനും ഇശാക്കും ഇടയിൽ എല്ലാ ദിവസവും സൂറത്ത് റഹ്മാൻ ഓതി മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആ ദുആ എടുത്തിട്ട് നിങ്ങൾ ദുആ ചെയ്ത് വിവാഹം നടക്കുന്നത് വരെ അത് തുടരണം. പിന്നെയോ 1.25 ലക്ഷം തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹക്ക് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്. അപ്പോൾ അത് 1.25 ലക്ഷം നിയത്താക്കിയിട്ട് നിങ്ങൾ ഓരോന്നും ഓതി അതിൻ്റെ പ്രതിഫലം ഒരു നബിക്കായിട്ട് ഹദിയ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആർക്കാണോ ഒരു നബീനെ തിരഞ്ഞെടുത്ത് ആ നബിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അള്ളാഹുവെ ഈ ഫാത്തിഹയുടെ സ്വഭാവം നിൻ്റെ ഒരു നബിക്ക് നൽകണേ, ആ നബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത്രയും ഫാത്തിഹ ഏത് നബിക്കാണോ വെച്ചാൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഈ 1.25 ലക്ഷം സൂറത്ത് ഫാത്തിഹ നിയത്താക്കി നിങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും കഴിയുന്നത് പോലെ ഓതിയാൽ മതിയാവും. നിങ്ങൾക്ക് എത്രയാണോ 1.25 ലക്ഷം ഒന്നും നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാനൊന്നും പറ്റൂല. അപ്പം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ കുറേശ്ശെയായിട്ട് നിങ്ങൾ ഓതിയിട്ട് ഹദിയ ചെയ്യുക. പിന്നെയോ ഓരോ ദിവസവും ഓതുന്ന എണ്ണ എത്ര വെച്ചാൽ അതും ഇതാക്കുക. ഇൻഷാ അള്ളാ 1.25 ലക്ഷം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹം തീർച്ചയായിട്ടും നടന്നു കിട്ടും. ഇനി വിവാഹം നടന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എണ്ണം 1.25 ലക്ഷം നമ്മൾ നിയത്താക്കിയതാണല്ലോ. അപ്പോൾ അത്രയും ആ ലക്ഷം പൂർത്തീകരിക്കുന്നത്, ആ എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ചൊല്ലി തീർക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഫാത്തിഹ ആണെങ്കിൽ 1.25 ലക്ഷം പൂർത്തിയാവുന്നത് വരെ ഓതി തീർക്കുക. ഇൻഷാ അള്ളാ ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്നൊന്നുമില്ല. ഇൻഷാ അള്ളാ നിങ്ങളെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഫാത്തിഹൻ്റെതാണെങ്കിൽ ഇങ്ങനെ, ഇനി സൂറത്ത് ത്വാഹയും മറിയമാണെങ്കിൽ അത് 41 ദിവസം, അങ്ങനെ ഓരോന്നിന് നിങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ച് അത്. പക്ഷേ ഈ വിവാഹം നടന്ന് കിട്ടുന്നവരെ ഇത് നിങ്ങൾ തുടർന്ന് കൊണ്ടേയിരിക്കുക. ഇൻഷാ അള്ളാ അനുയോജ്യമായ മകൻക്കായാലും മകൾക്കായാലും നല്ലൊരു വിവാഹം, പെട്ടെന്ന് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി ഞാനും ദുആ ചെയ്യാം. ഇൻഷാ അള്ളാ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് വന്ന് എന്നെ അറിയിക്കണം കേട്ടോ. ഒരുപാട് പേരാണത് ചോദിക്കുന്നത്, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇൻഷാ അള്ളാ അത് ചെയ്യുക. നടക്കാത്തതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി കിട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.